വാസ്തുവിദ്യ പൗരാണിക ഭാരതം ലോകത്തിന് പ്രദാനം ചെയ്ത മഹത്തായ നിർമ്മാണ ശാസ്ത്രമാണ്. പഞ്ചഭൂതങ്ങൾ അഥവാ 5 മൂല ധാതുക്കളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് വാസ്തുശാസ്ത്രം. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവയാണ് പഞ്ചഭൂതങ്ങൾ. പഞ്ചഭൂതങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് വാസ്തുവിധി പ്രകാരമുള്ള വീട്ടിൽ താമസിക്കുന്ന ഏതൊരാൾക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും സമ്പത്തും ഉണ്ടാകുമെന്നാണ് ശാസ്ത്രം. പൗരസ്ത്യ രാജ്യങ്ങളായ ചൈന, ജപ്പാൻ, മലേഷ്യ എന്നിവിടങ്ങളിൽ ഇന്ന് വളരെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന കെട്ടിട നിർമ്മാണ ശാസ്ത്രമായ ഫെങ് ഷൂയിയുമായി നമ്മുടെ വാസ്തുശാസ്ത്രത്തിന് ചില വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പഞ്ചഭൂതങ്ങൾ തുടങ്ങിയ അടിസ്ഥാന തത്വങ്ങൾ 2 ശാസ്ത്രങ്ങൾക്കും യോജിപ്പുണ്ട്. എന്നാൽ ഫെങ് ഷൂയിയേക്കാൾ സമഗ്രതയും ശാസ്ത്രീയ അടിത്തറയും ഭാരതീയ ശാസ്ത്രവുമായ വാസ്തുവിദ്യക്കാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഒരു സീരീസിൽ വാസ്തുവിദ്യയെപ്പറ്റി നമുക്കറിയാവുന്ന, നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ നിങ്ങളിലേക്ക് വളരെ ലളിതമായ രീതിയിൽ അവതരിപ്പിക്കുകയാണ്. ആദ്യം തന്നെ വാസ്തുദേവ സ്തുതിയോടെ നമുക്കിത് ആരംഭിക്കാം. ഓം വാസ്തുദേവം മഹാകായം പഞ്ചഭൂത അഷ്ടദിശം ലോകരൂപിണാം ലോകസാക്ഷിണാം ലോകപീഡിനാം ലോകരക്ഷണാം സർവകാര്യകാരണാർത്ഥം വാസ്തുദേവം നമോസ്തുതേ സർവദോഷ നിവർത്തിയാർത്ഥം വാസ്തുദേവം നമോസ്തുതേ സർവ ഐശ്വര്യപ്രദം ദേവം വാസ്തുദേവം നമോസ്തുതേ സർവലോകദേവം മായം വാസ്തുദേവം നമോസ്തുതേ. ഓം നമോ ഭഗവതായ വാസ്തുദേവായ നമോ നമഃ. ആദ്യമായി വാസ്തുശാസ്ത്രത്തിന്റെ ഉൽപ്പത്തിയെപ്പറ്റി നോക്കാം. വാസ്തുശാസ്ത്രം എന്നാൽ എന്താണ്? വാസ്തുവിന് വസ്തു എന്നാണ് അർത്ഥം. ദൈവിക വിധിപ്രകാരവും പ്രപഞ്ചശക്തിക്കനുസരിച്ചും വസ്തുവിൽ ഗ്രഹവും ഗ്രഹോപകരണങ്ങളും നിർമ്മിക്കുകയോ ക്രമീകരിക്കുകയോ ചെയ്യുന്ന കലയാണ് വാസ്തുശാസ്ത്രം. ഇനി വാസ്തുവിന്റെ ഉൽപ്പത്തി സംബന്ധിച്ച ഐതിഹ്യം എന്താണെന്ന് നോക്കാം. വാസ്തു ജന്മം കൊണ്ട് അസുരനാണ്. മറ്റസുരന്മാരെ പോലെ വാസ്തുവും ബ്രഹ്മാവിനെ തപസ് ചെയ്ത് നിരവധി വരങ്ങൾ നേടി. വരബലത്താൽ ശക്തനായി തീർന്ന വാസ്തു ദേവന്മാർക്കെതിരെ തിരിഞ്ഞു. കായബലം കൊണ്ട് ദേവേന്ദ്രൻ ഉൾപ്പെടെയുള്ള ദേവതകളെ വാസ്തു നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. അവന്റെ പരാക്രമത്തിൽ പൊറുതിമുട്ടിയ ദേവന്മാർ ഗത്യന്തരമില്ലാതെ ബ്രഹ്മാവിനെ തന്നെ ശരണം പ്രാപിച്ചു. അജയ്യനായ വാസ്തുവിനെ നശിപ്പിക്കുവാൻ ബ്രഹ്മാവ് ദേവന്മാർക്കൊരു തന്ത്രം ഉപദേശിച്ചു. വാസ്തുവുമായി യുദ്ധം ചെയ്യുക, ഏറ്റുമുട്ടലിനിടയിൽ വാസ്തുവിനെ ഭൂമിയിലേക്ക് തള്ളിയിടുക. അവിടെ കിടന്ന് പരാക്രമം കാട്ടുന്നതിനിടെ അവന്റെ കാല് നിര്യതി കോണിലും തല ഈശാനു കോണിലും വരുന്ന സന്ദർഭത്തിൽ ദേവന്മാർ വാസ്തുവിന്റെ ഓരോ അവയവങ്ങളിൽ കയറിയിരിക്കുക. അതോടെ അവന്റെ കഥ കഴിയും. അങ്ങനെയിരിക്കെ ഒരിക്കൽ വാസ്തുപുരുഷനുമായി യുദ്ധം നടക്കുന്നതിനിടയിൽ ദേവന്മാർ അവനെ തന്ത്രപൂർവ്വം ഭൂമിയിലേക്ക് തള്ളിയിട്ടു. ഭൂമിയിൽ പതിച്ച വാസ്തു അവിടെ കിടന്നുകൊണ്ട് പരാക്രമങ്ങൾ കാട്ടുവാൻ തുടങ്ങി. ഭൂമിയിൽ കിടന്ന് പരാക്രമം കാട്ടുന്നതിനിടെ ഒരു ദിവസം വാസ്തു മലർന്നു വീണു. തല ഈശാനു കോണിലും കാല് നിര്യതി കോണിലുമായി. ദേവന്മാർ അവന്റെ മുകളിലേക്ക് ചാടി വീണു. ഓരോ അവയവങ്ങളിലായി ഇരിപ്പുറപ്പിച്ചു. അതോടെ വാസ്തുവിന്റെ ഗർവടങ്ങി. ഈശാനു നിരുതി കോണിലായി അനങ്ങാതെ മലർന്ന് കിടപ്പുമായി. ഇനി ആരാണ് ഈ വാസ്തുപുരുഷൻ? വാസ്തുപുരുഷൻ ശ്രീ മഹാവിഷ്ണു തന്നെയാണ്. ലോകനന്മയ്ക്കായി ഭഗവാൻ വാസ്തുവായി അവതരിക്കുകയായിരുന്നു. 6 അടി മണ്ണിലും ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതാണ് വാസ്തുപുരുഷൻ. ഭൂമിയുടെ ഉപരിഭാഗമാണ് അദ്ദേഹത്തിന്റെ ശരീരം. ഇനി വാസ്തുപുരുഷന്റെ അവതാരം എന്നായിരുന്നു എന്ന് നോക്കിയാൽ ത്രേതായുഗത്തിൽ വ്യാധീപാതകർണവും വിഷ്ടിയും ചേർന്ന് വന്ന കാർത്തിക നക്ഷത്രത്തിലാണ് വാസ്തുപുരുഷൻ ജനിച്ചത്. ഇനി വാസ്തുപുരുഷൻ ഏത് ദിശയിലാണ് ശയിക്കുന്നതെന്ന് നോക്കിയാൽ വാസ്തുപുരുഷന്റെ തല ഈശാനു കോണിലായിരിക്കും. പാദങ്ങൾ നിര്യതി കോണിൽ, അഗ്നികോണിൽ മുട്ടുകൾ, നെഞ്ചത്ത് കൈകളും വെച്ചാണ് ഭൂമിയിൽ കിടക്കുന്നത്. വാസ്തുശാസ്ത്രത്തിന്റെ അധിഷ്ഠാന ദേവത ആരാണെന്ന് ചോദിച്ചാൽ വാസ്തുശാസ്ത്രത്തിന്റെ അധിഷ്ഠാന ദേവതയായി സങ്കല്പിക്കപ്പെടുന്നത് വിശ്വകർമാവിനെയാണ്. വാസ്തുശാസ്ത്രം മാനവരാശിക്കായി ക്രോഡീകരിച്ചത് വിശ്വകർമാവാണെന്ന് വിശ്വസിച്ച് ആരാധിച്ചാണ് നമ്മൾ വരുന്നത്. ഇനി വാസ്തുപുരുഷന്റെ ഏതെല്ലാം അവയവങ്ങളിൽ ഏതൊക്കെ ദേവതകളാണ് അധിവസിക്കുന്നതെന്ന് നോക്കിയാലോ. വാസ്തുപുരുഷന്റെ ശിരസിൽ ഈശാനനും കണ്ണുകളിൽ പർജന്യനും ദിതി എന്നിവരുമാണ്. മുഖത്ത് ആപനൻ, കഴുത്തിൽ ആപൽ വസൻ, ഇടത് ചെവിയിൽ ജയന്തൻ,
വലതു ചെവിയിൽ അതിഥിയും ഇടതു ചുമലിൽ അമർത്യപതിയും വലതു ചുമലിൽ അർഗളനും, കുജങ്ങളിൽ മഹീധാര്യന്മാരും, കുക്ഷിയിൽ വിവസ്വാനും മിത്രനും, നാഭിയിൽ ബ്രഹ്മനും, ലിംഗത്തിൽ ഇന്ദ്രനും, അണ്ഡയുഗത്തിൽ ഇന്ദ്രജിത്തും, പാദയുഗങ്ങളിൽ മറ്റു ദേവന്മാരുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി വാസ്തുപുരുഷന്റെ പാദങ്ങളിൽ ഏതൊക്കെ ദേവതകളാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നോക്കിയാൽ ഈശാനൻ, പർജന്യൻ, ഐധി, ഇന്ദ്രൻ, ആദിത്യൻ, സത്യകൻ, ഭ്രംഗൻ, അന്തരീക്ഷൻ ഇവർ 8 പേർ കിഴക്കാണ്. അഗ്നി, പുഷാവ്, വിധതൻ, ഗ്രഹാക്ഷൻ, യമൻ, ഗന്ധർവൻ, ഭൃംഗൻ, മൃദൻ ഇവർ 8 പേർ തെക്ക്. പിത്രാക്യൻ, ദ്വാരപാലൻ, സുഗ്രീവൻ, പുഷ്പദന്തൻ, വരുണൻ, അസുരൻ, ശോഷകൻ, രോഗൻ എന്നിങ്ങനെ 8 പേർ പടിഞ്ഞാറും. വായു, നാഗൻ, മുഖ്യൻ, ഫലാടൻ, ഇന്ദു, അർഗളൻ, അതിഥി, ഉദിതി ഇവർ വടക്കും. ഇപ്രകാരം 4 ദിക്കുകളിലായി 8 പേർ വീതം 32 പദങ്ങളിലായി ദേവതകൾ സ്ഥിതി ചെയ്യുന്നു. ഇനി വാസ്തുപുരുഷന്റെ അകത്തെ പാദങ്ങളിൽ ഏതൊക്കെ ദേവന്മാരാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഈശാനുകോണ് തുടങ്ങി ആപൻ, ആവൽവത്സൻ, ആര്യകൻ, സവിതാവ്, സവിത്രൻ, വിവസ്വാൻ, ഇന്ദ്രൻ, ഇന്ദ്രജിത്ത്, മിത്രൻ, ശിവൻ, ഭൂവൃത്ത്, ജീവജിത്ത് ഇങ്ങനെ 12 പേർ അകത്തെ പാദത്തിൽ സ്ഥിതി ചെയ്യുന്നു. വാസ്തുപുരുഷന്റെ പുറനിരയിൽ ഏതൊക്കെ ദേവതകളാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വാസ്തുപുരുഷന്റെ പുറനിരയിൽ കിഴക്ക് ശർവസ്കന്ദനും, പടിഞ്ഞാറ് ജൃംഭങ്കനും, വടക്ക് പിലിവിഞ്ചകനും, തെക്ക് ആര്യമാവും, അഗ്നികോണിൽ വിധാരിയും, നിര്യർതീകോണിൽ പൂതനികയും, വായുകോണിൽ പാപരാക്ഷസിയും, ഈശാനുകോണിൽ ശരകിയും, മധ്യത്തിൽ ബ്രഹ്മനുമാണുള്ളത്. ഇപ്രകാരം മൊത്തം 53 ദേവതകളാണ് വാസ്തുപുരുഷന്റെ ദേഹത്ത് അധിവസിക്കുന്നത്. ഇനി ആരിൽ നിന്നാണ് വാസ്തുശാസ്ത്രത്തിന്റെ ഉൽപ്പത്തി എന്ന് നോക്കിയാലോ. ശ്രീ പരമേശ്വരനിൽ നിന്നാണ് വാസ്തുശാസ്ത്രത്തിന്റെ ഉൽപ്പത്തി എന്ന് വിശ്വസിക്കുന്നു. അതിസൂക്ഷ്മമായ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന പരമാണുവിൽ നിന്നും വർദ്ധിപ്പിച്ച് കോലളവുകളിൽ ആരാധനാലയങ്ങളും മനുഷ്യാലയങ്ങളും പണിതുവന്നത് ഭഗവാൻ ശ്രീ പരമേശ്വരൻ മുനിശ്രേഷ്ഠന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുകയുണ്ടായി. അങ്ങനെ പരാശര മുനിയിൽ നിന്നും ബൃഹദ്രുതനും അദ്ദേഹത്തിൽ നിന്നും വിശ്വകർമാവും ഈ ശാസ്ത്രം ഗ്രഹിക്കുകയുണ്ടായി. ഇനി എന്താണ് വാസ്തുശാസ്ത്രത്തിന്റെ മഹനീയത എന്ന് ചോദിച്ചാൽ ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ട തപശ്ചര്യയിലൂടെയും അഗാധമായ സാധനയിലൂടെയും ഭാരതീയ മഹർഷവര്യന്മാർ കണ്ടെത്തിയതാണ് വാസ്തുശാസ്ത്ര വിധികൾ. പക്ഷേ ഇത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് ആധുനികർ തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് ആ കണ്ടെത്തലുകൾ പാശ്ചാത്യ ലോകം പോലും അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നു. വാസ്തുശാസ്ത്ര വിധികൾ ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെട്ടതോടെ ആധുനിക കമ്പ്യൂട്ടർ നിർമ്മാണ ടെക്നോളജികൾ ഭവനങ്ങളിൽ നിന്നും വാസ്തുവിധി പ്രകാരമുള്ള ഭവനങ്ങളിലേക്ക് വീണ്ടും കുടിയേറുവാൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഐശ്വര്യപൂർണമായ കുടുംബജീവിതത്തിന് ലക്ഷണയുക്തമായ ഭവനം അനിവാര്യമാണെന്ന തിരിച്ചറിവ് പണ്ഡിതനെയും പാമരനെയും പണക്കാരനെയും ദരിദ്രനെയും ഒരുപോലെ സ്വാധീനിക്കുന്നു. ഇവിടെയാണ് വാസ്തുശാസ്ത്രത്തിന്റെ മഹനീയത. ഗ്രഹനിർമ്മാണത്തിന് മുൻപ് പൂജാതി കർമ്മങ്ങൾ നടത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ. വാസ്തുവിൽ നിറഞ്ഞു കിടക്കുന്ന ഈ വാസ്തുപുരുഷനും അദ്ദേഹത്തെ നിയന്ത്രിച്ച് കിടത്തിയിരിക്കുന്ന ദേവതകൾക്കും മുകളിലാണ് നാം ഭവനം പണിയുന്നത്. അതുകൊണ്ട് വാസ്തുവിനെയും ദേവതകളെയും ഗൃഹനിർമ്മാണത്തിന്റെ ആരംഭത്തിലും മധ്യത്തിലും അവസാനവും പൂജാതി കർമ്മങ്ങൾ നടത്തി തൃപ്തിപ്പെടുത്തേണ്ടതാണ്. ഇനി ആരാണ് തച്ചൻ എന്ന് ചോദിച്ചാലോ. വാസ്തുശാസ്ത്ര വിദഗ്ധനെയാണ് പുരാതന കാലം മുതൽ തച്ചൻ എന്ന പേരിൽ വിവേഷിക്കുന്നത്. ഐതിഹ്യങ്ങളിലെ പെരുന്തച്ചന്റെ കഥ പ്രസിദ്ധമല്ലേ. വാസ്തു, തച്ചു, തന്ത്ര, ജ്യോതിഷ ശാസ്ത്രങ്ങൾ ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് ഈ ശാസ്ത്ര ശാഖകളിലെല്ലാം നിപുണനായ ഒരാൾക്ക് ലക്ഷണയുക്തമായ രീതിയിൽ ഒരു ക്ഷേത്രമോ ഗ്രഹമോ രൂപകൽപ്പന ചെയ്യുവാൻ കഴിയും.